കുഞ്ഞുമണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? ഇന്ന് അപ്പുക്കുട്ടന്റെ കഥ പറയാം. അപ്പുക്കുട്ടന്റെ 1-ാം പിറന്നാളിന് അവന് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടി. കുറേ കളിപ്പാട്ടങ്ങൾ, പുത്തൻ ഉടുപ്പുകൾ, അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ. 1-ാം പിറന്നാളിന് കിട്ടിയ കളിപ്പാട്ടങ്ങളിൽ പലതും 2-ാം പിറന്നാളിന്റെ സമയമായപ്പോഴേക്കും അപ്പുക്കുട്ടൻ കളിച്ച് ഒരു പരുവമായി കഴിഞ്ഞിരുന്നു. ചില വില കൂടിയ കളിപ്പാട്ടങ്ങളോ എപ്പോഴും കളിച്ചു കഴിഞ്ഞാൽ ചീത്തയാകും എന്ന് പറഞ്ഞ് അമ്മ എടുത്ത് വീട്ടിലെ ഷോക്കേസിൽ വച്ചിരിക്കുക. അതുകൊണ്ട് അതൊന്നും അപ്പുക്കുട്ടന് കളിക്കാനും കിട്ടുന്നില്ല. ഇനി ഉടുപ്പുകളുടെ കാര്യമാണെങ്കിലോ, 1-ാം പിറന്നാളിന് കിട്ടിയ പല ഉടുപ്പുകളും ഇപ്പൊ അപ്പുക്കുട്ടന് ഇടാൻ പറ്റുന്നില്ല. 2 വയസ്സായപ്പോഴേക്കും ആളിച്ചിരി വലുതായി. അപ്പോൾ 2-ാം പിറന്നാളിന് എന്തൊക്കെയാണ് കിട്ടിയത്? വീണ്ടും കുറേ കളിപ്പാട്ടങ്ങളും പുത്തൻ ഉടുപ്പുകളും. 2-ാം പിറന്നാളിന് കിട്ടിയ കളിപ്പാട്ടങ്ങളും മുമ്പത്തേതുപോലെ തന്നെ കുറെയൊക്കെ കളിച്ച് ഒരു പരുവമായി. ചില കളിപ്പാട്ടങ്ങളൊക്കെ അമ്മയെടുത്ത് ഷോക്കേസിൽ വെച്ചിരിക്കുന്നു. ഉടുപ്പുകളുടെ കാര്യവും പഴയതുപോലെ തന്നെ. ചിലതൊക്കെ ചെറുതായിപ്പോയി, ചിലതൊക്കെ ഇട്ടിട്ട് പഴകിപ്പോയി. പാകമാവാത്തവയൊക്കെ അമ്മ മറ്റു ചില കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോൾ അപ്പുക്കുട്ടന്റെ 3-ാം പിറന്നാൾ വരുന്നു. അമ്മ ആലോചിച്ചു, ഇത്തവണ അപ്പുക്കുട്ടന് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കണം. കുറെ കാലം നിലനിൽക്കുന്ന, ഒരുപാട് പേർക്ക് സന്തോഷം കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ്. അങ്ങനെ ഒരു ഗിഫ്റ്റ് കണ്ടെത്തണം അമ്മ ആലോചിച്ചു. ഒടുവിൽ അമ്മയ്ക്ക് ഒരു ഐഡിയ തോന്നി. പിറന്നാളിന് ഒരു ദിവസം മുമ്പ് അമ്മ വീടിനടുത്തുള്ള ഒരു നഴ്സറിയിലേക്ക് പോയി. എന്താണ് നഴ്സറി എന്ന് പറഞ്ഞാൽ? നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു നഴ്സറി ഉണ്ട്, നിങ്ങളുടെ കുഞ്ഞി സ്കൂള് അല്ലേ? അത് മാത്രമല്ല, പൂച്ചെടികളുടെയും മരങ്ങളുടെയും ഒക്കെ തൈകൾ നമുക്ക് വാങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങളെയും നമ്മൾ നഴ്സറി എന്ന് പറയും. ഒരു പ്ലാന്റ് ഹൗസ്. ആ നഴ്സറിയിൽ അമ്മ പോയിട്ട് അവിടെ നിന്നും ഒരു മരത്തൈ വാങ്ങി. എന്തു മരമായിരുന്നെന്നോ? വേപ്പ്. കേട്ടിട്ടുണ്ടോ വേപ്പിനെ കുറിച്ച്? ആര്യവേപ്പ് എന്നാണ് ഇതിന്റെ മുഴുവൻ പേര്. വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒരു മരമാണ് ഈ ആര്യവേപ്പ്. പണ്ട് കാലങ്ങളിലെ ആൾക്കാര് പല്ല് തേക്കാൻ ആര്യവേപ്പിന്റെ കമ്പ് ചതച്ച് അതുകൊണ്ടാണത്രേ പല്ല് വൃത്തിയാക്കിയിരുന്നതെന്ന്. അന്ന് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പോലെ പേസ്റ്റും ബ്രഷും ഒന്നുമില്ല. എന്നാൽ ആര്യവേപ്പിന്റെ കമ്പ് ചതച്ച് പല്ല് തേച്ചാൽ പല്ല് നന്നായി വൃത്തിയാകും എന്നാണ് പറയുന്നത്. അതിന്റെ ഇലകളാണെങ്കിലോ വളരെയധികം ഔഷധ ഗുണമുള്ള ഇലകളും. ആ മരം നിൽക്കുന്ന ഇടത്ത് അതിന്റെ കാറ്റടിച്ചാൽ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നാണ് പറയാറ്. വേപ്പ് മരത്തിനൊപ്പം തന്നെ അമ്മ മറ്റൊരു കുഞ്ഞു തൈയും കൂടി വാങ്ങി. എന്തിന്റെയാണെന്നോ? ഒരു ചെറിമരത്തിന്റെ. നല്ല ചന്തമുള്ള ചെറിക്കായകൾ പിടിക്കുന്ന ഒരു ചെറിമരം. ചെറിമരവും വേപ്പുമരവും കൊണ്ട് അമ്മ വീട്ടിലേക്ക് വന്നു. പിറന്നാൾ ദിവസം അപ്പുക്കുട്ടനെയും കൊണ്ട് അമ്മ മരത്തൈകളുടെ അടുത്തെത്തി. എന്നിട്ട് മരങ്ങൾ നടാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് 2 കുഴികൾ എടുത്തു. അമ്മയും അപ്പുക്കുട്ടനും ചേർന്ന് ഒന്നിൽ വേപ്പ് നട്ടു, മറ്റൊന്നിൽ ചെറിമരം നട്ടു. കുഞ്ഞി കൈകൊണ്ട് അമ്മ 2 മരങ്ങൾക്കും മണ്ണ് വീഴ്ത്തിച്ചു. പൂപ്പാളിയിൽ വെള്ളം എടുത്തുകൊണ്ടുവന്നു. അപ്പുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് മരങ്ങൾക്ക് വെള്ളവും ഒഴിപ്പിച്ചു. മരത്തിനെ കുഴിയിൽ വെക്കുന്നതും മണ്ണ് നീക്കിയിടുന്നതും വെള്ളമൊഴിക്കുന്നതും ഈ ചെറിയ ജോലികളെല്ലാം അപ്പുക്കുട്ടന് വളരെ ഇഷ്ടമായി. അപ്പോൾ അമ്മ പറഞ്ഞു, ഇതാണ് അപ്പുവിന്റെ സ്പെഷ്യൽ ബർത്ത്ഡേ ഗിഫ്റ്റ്, വളരെ വിശേഷപ്പെട്ട പിറന്നാൾ സമ്മാനം. ഇതാണ് ജീവനുള്ള സമ്മാനം. അപ്പു വളരുമ്പോൾ ഈ മരങ്ങളും വളരും. ഈ മരങ്ങൾ വളരുമ്പോൾ അപ്പുവിന് പുതിയ കൂട്ടുകാരെ കിട്ടും. നമ്മുടെ ചെറിമരത്തിൽ കായകൾ പിടിക്കുമ്പോൾ അത് കഴിക്കാനായി പക്ഷികൾ വരും. അതുപോലെ വേപ്പുമരം വളർന്ന് വലുതാകുമ്പോൾ ആ മരക്കൊമ്പിൽ ഊഞ്ഞാലാടി കളിക്കാൻ അണ്ണാറക്കണ്ണന്മാരും വരും. ഇവരൊക്കെ
അപ്പുക്കുട്ടന്റെ കൂട്ടുകാരാവും. ആ, അത് കൊള്ളാം, നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അപ്പുക്കുട്ടൻ തുള്ളിച്ചാടി. എന്നിട്ട് അകത്തേക്ക് പോയി. പിറന്നാളിന് കിട്ടിയ മറ്റ് സമ്മാനങ്ങളൊക്കെ എന്താണെന്ന് നോക്കാനും അത് വെച്ചു കളിക്കാനും ദിവസങ്ങൾ കടന്നുപോയി. അപ്പു വളരുന്നത് പോലെ തന്നെ അപ്പുവിന്റെ കുഞ്ഞൻ മരങ്ങളും കുറേശ്ശെ വളരാൻ തുടങ്ങി. കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും ചെറിമരത്തിൽ കായകൾ ഉണ്ടാവാൻ തുടങ്ങി. ആദ്യം പർപ്പിൾ നിറത്തിലുള്ള കുഞ്ഞൻ പൂക്കൾ വരും. പിന്നീട് ആ പൂക്കളിൽ നിന്നും പച്ച നിറത്തിലുള്ള ഇത്തിരി കുഞ്ഞൻ കായകൾ വരും. ദിവസങ്ങൾ കഴിയുന്തോറും ആ കായ കുറേശ്ശെ വലുതാകും. എന്നിട്ട് ചുവന്ന നിറമാവും. അപ്പോഴേക്കും ആ കായകളിൽ കണ്ണുനട്ടിരിക്കുന്ന പക്ഷിക്കുട്ടന്മാർ വരും. കുഞ്ഞിക്കുരുവികൾ വരും, കാക്കച്ചി വരും. ഇവരെല്ലാവരും ഈ പഴങ്ങൾ കഴിക്കും. അപ്പുക്കുട്ടൻ ഇവരെ ഒക്കെ കണ്ടു. ചെറുമരത്തിന്റെ അടുത്തുള്ള നമ്മുടെ ആര്യവേപ്പോ, അവനും വളർന്നു. നിറയെ ശാഖകൾ വന്നു, നിറയെ ഇലകളും. കാറ്റടിക്കുമ്പോൾ എന്ത് സുഖമാണെന്നോ അവന്റെ അടുത്ത് നിൽക്കാനായിട്ട്. അണ്ണാരക്കണ്ണന്മാരും കുരുവികളും ഒക്കെ വന്ന് ആ മരക്കൊമ്പിൽ അങ്ങനെ ഇരിക്കും. എന്നിട്ട് ഊഞ്ഞാലാടും. ഇത് കാണുന്നത് അപ്പുക്കുട്ടന് വലിയ സന്തോഷമാണ്. പിന്നീട് പല പിറന്നാളുകളും അപ്പുക്കുട്ടന് വന്നു. ഓരോ പിറന്നാളിനും പലതരം സമ്മാനങ്ങളും കിട്ടി. ആ സമ്മാനങ്ങളിൽ മിക്കതും ഇപ്പോൾ അപ്പുക്കുട്ടന്റെ കൂടെയില്ല. കൂടെയുള്ളത് ജീവനുള്ള സമ്മാനങ്ങളാണ്. 2 മരങ്ങൾ, അപ്പുക്കുട്ടൻ നട്ട ചെറിമരവും വേപ്പുമരവും. ഇന്ന് ഈ കഥ പറയുമ്പോൾ അപ്പുക്കുട്ടൻ ഒരു വലിയ കുട്ടിയാണ്. നിങ്ങൾക്ക് അപ്പുച്ചേട്ടൻ എന്ന് വിളിക്കാം. ഇന്ന് വൈകുന്നേരമുണ്ടല്ലോ, അപ്പുക്കുട്ടൻ അല്ല, നമ്മുടെ അപ്പുച്ചേട്ടൻ ചായ കുടിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ മനോഹരമായൊരു കാഴ്ച കണ്ടു. എന്താണെന്നറിയോ? വേപ്പുമരത്തിന്റെ ഏറ്റവും ഉയരെയുള്ള കൊമ്പിൽ ഒരു അണ്ണാറക്കണ്ണൻ, ഒരു കുഞ്ഞൻ അണ്ണാറക്കണ്ണൻ. നല്ല കാറ്റിങ്ങനെ അടിക്കുമ്പോൾ അവൻ ആ കൊമ്പിലിരുന്ന് ഊഞ്ഞാലാടുന്നു, സന്തോഷത്തോടെ പാലിളക്കുന്നു. അത് കണ്ടപ്പോൾ അപ്പുവിന് വളരെ സന്തോഷമായി, അമ്മയ്ക്കും. ഇതാണ് അപ്പുക്കുട്ടന്റെ ജീവനുള്ള സമ്മാനത്തിന്റെ കഥ. ഇനിയൊന്ന് ചോദിക്കട്ടെ, അപ്പുക്കുട്ടനെ പോലെ നിങ്ങളിൽ എത്ര പേർ മരം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്? കുറച്ചു പേരൊക്കെ വച്ചിട്ടുണ്ടല്ലേ. ഇനിയും വയ്ക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കുഞ്ഞിക്കൈ കൊണ്ട് ഒരു മരമെങ്കിലും നടണം. ഭൂമിയിൽ മരങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് ജീവനോടെ ഇരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു മരമെങ്കിലും നമ്മൾ തീർച്ചയായും വച്ചു പിടിപ്പിക്കണം. നിങ്ങൾ വളരുമ്പോൾ ആ മരവും നിങ്ങൾക്കൊപ്പം വളരണം. അപ്പോൾ ഇനി നമ്മളെ സ്നേഹമറിയിച്ച കൂട്ടുകാർ ആരൊക്കെയാണെന്ന് നോക്കണ്ടേ? പേര് പറയാം. ദക്ഷ പ്രതീക്, തലിൻ ഷിനോജ്, അനശ്വര ജാലമന, ആമി, ആശ്വി, അന്ന, ബെനഡിക്ട്, ആര്യൻ രാംശങ്കർ, നിലക് സിൽജോ, നിനവ് സിൽജോ, വിഹാൻ കൃഷ്ണ, ദേവ് മഹേഷ് മേനൻ, ധനഞ്ജയ്, തന്മയ്, സാൻവി ശാലിനി മനു, അൻവി അഞ്ജലി വിനു, ആദിത്യ സയൂജ്, വിശ്രുത് കുഞ്ഞുണ്ണി, മുഹമ്മദ് നഹ്യാൻ, ഹാദിക് ഐമൻ, സൈവ ഐസൽ, ജുവാൻ ജോൺ, ഇസാക് ആൻഡ് ഡേവിസ്, മഹാലക്ഷ്മി, ശിവനന്ദന, അഭിനവ്, മാളവിക ദ്യുതി. പിന്നെ പിറന്നാൾ ആശംസകൾ അറിയിക്കാനുണ്ട് നമുക്ക്. സൃഷ്ടി, അബ്രാം ആൻഡ് ഡേവിസ്, ജോർദാൻ മാത്യു. പിറന്നാൾ കുട്ടികൾക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. സ്നേഹമറിയിച്ച എല്ലാ ചക്കര കുട്ടികൾക്കും ചക്കരയുമ്മ. അച്ഛനമ്മമാരെ, കഥയോടൊപ്പം കുട്ടികളുടെ പേരുകൾ കൂടി പറയണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണമെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പ്ലീസ് 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 അതൊന്ന് വായിച്ചേക്കണേ. അല്ലെങ്കിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ പേരുകൾ നമ്മൾ കാണില്ല. പേര് പറഞ്ഞില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വിഷമമാവുകയും ചെയ്യും. നിങ്ങൾ പേരുകൾ ഞങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ
പിന്നീട് വരുന്ന 2 കഥകൾ, 2 കഥകൾക്കുള്ളിൽ തീർച്ചയായും കുഞ്ഞുങ്ങളുടെ പേര് ഞങ്ങൾ മെൻഷൻ ചെയ്തിരിക്കും. അപ്പോൾ ആ 2 കഥകളും വിട്ടുപോകാതെ കേൾക്കണേ. നമുക്കിനി മറ്റൊരു കഥയുമായി കാണാം.